റോളക്സ് ഓർ ലിയോ? ആക്ച്വലി ഈ ചോദ്യത്തിന് രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് റോളക്സ് ഓർ ലിയോ ഇൻ LCU, രണ്ട് റോളക്സ് ഓർ ലിയോ ആസ് എ ക്യാരക്ടർ. ഫസ്റ്റ് വൺ, റോളക്സ് ഓർ ലിയോ ഇൻ LCU. ഓഫ് കോഴ്സ് അത് റോളക്സ് തന്നെയാണ്. ഈവൻ ദോ വിക്രം എന്ന സിനിമയിൽ വെറും 5 മിനിറ്റ് മാത്രം സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു റോളക്സ് എങ്കിലും സൂര്യ ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന റേഞ്ച് ആയാലും ലോകേഷ് ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായാലും ഇറ്റ് വാസ് അൺമാച്ചബിൾ. ആ ഒരു 5 മിനിറ്റ്സ് ഹോൾ സീക്വൻസ് LCU എന്ന യൂണിവേഴ്സിന് കൊടുത്ത ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലീഗ് തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ പല യൂണിവേഴ്സുകളുണ്ടല്ലോ, സ്പൈ യൂണിവേഴ്സ്, കോപ്പ് യൂണിവേഴ്സ്, അതിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആക്കി LCUനെ മാറ്റാൻ ആ ഒരു 5 മിനിറ്റ് സീക്വൻസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അതിൽ റോളക്സ് എന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റേഞ്ച് ആയാലും ഇറ്റ് വാസ് ഗംഭീരം. ആസ് എ റിസൾട്ട് LCU എന്ന യൂണിവേഴ്സിലെ തന്നെ ഈവൻ ദോ വെറും 5 മിനിറ്റുള്ള സ്ക്രീൻ സ്പേസ് വെച്ച് അത്യാവശ്യം ഗംഭീര ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറായി മാറാൻ റോളക്സിന് പറ്റുകയും ചെയ്തു. അതേസമയം ലിയോയിലേക്ക് വന്നാൽ, ലിയോ എന്ന സിനിമ ഇറങ്ങുന്നവരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും, എസ്പെഷ്യലി വിജയ് ഫാൻസിനായാലും ന്യൂട്രൽ ഓഡിയൻസിനെല്ലാം തന്നെ ആ ഒരു സിനിമ LCUന്റെ ഒരു ഭാഗമായിരിക്കണമെന്ന് തന്നെയായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, കമൽഹാസൻ, വിജയ്, സൂര്യ, കാർത്തി പോലുള്ള വലിയ സ്റ്റാർസ് എല്ലാവരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ഒരുപോലെ ആഗ്രഹിച്ചത്. ആൻഡ് അത് തന്നെയായിരുന്നു ലിയോയുടെ ഏറ്റവും വലിയ ഒരു പ്രീ ഹൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ലിയോയിലെ ഫസ്റ്റ് LCU റെഫറൻസ്, ആ ഒരു മൂവി LCUലാണെന്ന് കൺഫേം ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ തിയേറ്ററിൽ വന്നോളം തന്നെയായിരുന്നു. ബട്ട് പിന്നീട് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സിനിമ ഫുള്ള് ലോകേഷിന്റെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി ആയാലും എസ്പെഷ്യലി ലിയോയുടെ സോ കോൾഡ് ഫേക്ക് ഫ്ലാഷ് ബാക്ക് സീക്വൻസസും LCU കണക്റ്റഡ് സീൻസ് ആയാലും ആൻഡ് എസ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസ്, കമൽഹാസന്റെ വിക്രം എന്ന ക്യാരക്ടറിന് അമ്മാതിരി ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറിനെ വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് കോമാളിയാക്കി കളഞ്ഞ ഒരു സീക്വൻസ് ആയിരുന്നു അത്. കമൽഹാസൻ അല്ല, വേറെ ഏതോ ഒരു മനുഷ്യനാണ് തിരിഞ്ഞു നിന്നിട്ട്, ബട്ട് ശബ്ദം കമൽഹാസന്റെ ആണല്ലോ. വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് സീക്വൻസ്. ആക്ച്വലി ആ ഒരു സീനൊക്കെ ഒരു തരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോവുകയായിരുന്നു. ലിയോ എന്ന സിനിമയുടെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയതിന് ശേഷം LCUനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഫാൻ തിയറീസ് വന്നിരുന്നു. ആൻഡ് ആ ഒരു തിയറികളുടെ ഇമ്പാക്ട് പോലും ഇല്ലാത്ത കണക്ഷൻസ് ആയിരുന്നു സിനിമയിൽ വന്നത്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ സിനിമ കഴിയുമ്പോൾ ലിയോ എന്ന ആ ഒരു ക്യാരക്ടറിനെ വളരെ ഫോഴ്സ്ഫുള്ളി LCUലോട്ട് കൊണ്ടുവരുന്ന ഒരു ഫീലാണ് ഓഡിയൻസിൽ ഉണ്ടായത്. അതോടെ LCU എന്ന യൂണിവേഴ്സിലും ഓഡിയൻസിനുണ്ടായിരുന്ന ആ ഒരു താല്പര്യം വല്ലാതെ കുറഞ്ഞു. ആൻഡ് സിനിമ ഇറങ്ങി സെക്കൻഡ് ഹാഫിനൊക്കെ വൻ നെഗറ്റീവ് റിപ്പോർട്ട്സ്. ആൻഡ് ദെൻ ലോകേഷ് കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളൊക്കെ വളരെ കോമഡി ആയിരുന്നു. അയ്യോ അത് ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു സീൻ എടുത്തിട്ട് അത് ഡിലീറ്റഡ് സീനാണെന്ന് പറഞ്ഞ് ഇറക്കുക. ഒരുപാട് ഇന്റർവ്യൂസിൽ വന്ന് കുറെ ഫാൻ തിയറീസ് ഇരുന്ന് ചുമ്മാതിരുന്ന് പറയുക. ഇതൊന്നും ഇന്റർവ്യൂസിലൂടെ അല്ല ഒരു ഡയറക്ടർ ഓഡിയൻസിലോട്ട് കൺവേ ചെയ്യേണ്ടത്, ആ സിനിമ വഴിയാണ്. ആൻഡ് അതിൽ ലോകേഷ് ലിയോ എന്ന സിനിമയിൽ പരാജയപ്പെടുകയായിരുന്നു. സോ ലിയോ എന്ന ക്യാരക്ടറിനെ LCU എന്ന യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി വീക്ക് ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന് തന്നെ യാതൊരു ഇമ്പാക്റ്റും കൊടുക്കാതെ പോയ ഒരു ക്യാരക്ടറായി പോയി. ബട്ട് ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ലിയോ ഓർ റോളക്സ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ക്യാരക്ടർ, ജസ്റ്റ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ലിയോ. ബിക്കോസ് ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരിക്കലും ഒരു 5 മിനിറ്റ് ക്യാമിയോയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഒരു ക്യാമിയോ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടും, ബട്ട് ഒരു 2.5 മണിക്കൂർ ഫീച്ചർ ഫിലിമിലോട്ട് ഒരു ആക്ടറിനെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറായിട്ട് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. ലിയോ എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ വിജയുടെ പാർത്ഥിവൻ എന്ന ക്യാരക്ടർ ഇറ്റ് വാസ് ഗംഭീരം. ഐ എം നോട്ട് സേയിങ് അബൌട്ട് ലിയോ. ഫസ്റ്റ് ഹാഫിലെ വിജയുടെ പെർഫോമൻസ് ആസ് പാർത്ഥിവൻ ഇറ്റ് വാസ് ഗംഭീരം. ആൻഡ് ദ ക്യാരക്ടർ ആർക്ക് ലോകേഷ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇറ്റ് വാസ് ഗംഭീരം. വിജയെ പലരും ഒരു മിഡ് ആക്ടറൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും പാർത്ഥിവൻ എന്ന ആ ഒരു ക്യാരക്ടർ അതിനെ കോളിവുഡിൽ ഇത്രയും സ്വാഗായിട്ടും ഗംഭീരമായിട്ടും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അത്ര കിടുവായിട്ടാണ് വിജയ് ആ റോൾ ചെയ്തിരിക്കുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണെങ്കിലും വിജയ് ആസ് എ പെർഫോമർ ഹി വാസ് ഓക്കെ, ബട്ട് ആസ് എ ഡയറക്ടർ ലോകേഷ് അവിടെ പരാജയപ്പെടുകയും ആ ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി ആയാലും ക്യാരക്ടർ ആർക്കിനായാലും അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അത് തന്നെയാണ് ലിയോയ്ക്ക് വളരെ ആവറേജ് റിപ്പോർട്ട്സ് വരാനുള്ള കാരണം. റോളക്സിലോട്ട് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ ക്യാരക്ടറിന്റെ ഒരു ഗ്ലിംസ് മാത്രമേ അറിയത്തുള്ളൂ. ലോകേഷ് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് സൂര്യ അത്ര ഗംഭീരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിലറോ ടീസറോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഒരു സിനിമയിൽ കിട്ടണമെന്നില്ല. അത് ആക്ച്വലി ഭയങ്കര ഡിഫറൻറ്റ്
ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ക്യാമിയോയും ഒരു ഫുൾ ലെങ്ത് റോളും തമ്മിലുള്ള ഡിഫറൻസും. ആ 5 minute സീക്വൻസിൽ സൂര്യ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ബട്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതൊരു ഗംഭീര ക്യാരക്ടറാണെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുൾ ലെങ്ത് ഫിലിം തന്നെ വരണം. അതെന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ലിയോ ആൻഡ് റോളക്സ് വെച്ചൊരു ക്യാരക്ടർ കമ്പാരിസൺ നടത്താം. ബട്ട് അൺടിൽ നൗ ലിയോ ഓർ പാർത്ഥിപൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ക്യാരക്ടർ കമ്പയറിംഗ് ലിയോ ആൻഡ് റോളക്സ്. ആക്ച്വലി ലിയോ എന്ന സിനിമ എൽസിയുനായാലും ലോകേഷിനായാലും കൊടുത്ത ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകേഷ് ഒരു ഡീടോക്സിക്കേഷൻ പോലെ ഇപ്പോൾ കൂലി എന്ന സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ പടം എടുക്കുന്നത് ബൈ ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം LCU. പുള്ളിക്ക് മനസ്സിലായി, പുള്ളിക്ക് ലിയോ എന്ന സിനിമ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് LCUയിൽ കയറ്റിയ ഒരു ഫീല് തോന്നുകയും LCUവിൻ്റെ ഒരു വാല്യൂ അവിടെ വല്ലാതെ ഡീഗ്രേഡ് ആയി പോവുകയും വിക്രം കൊടുത്ത ഒരു ഹൈപ്പ് ഇല്ലാതായി പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് വളരെ ടൈം എടുത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഒരുപാട് എഫേർട്സ് കൂലിയുടെ പുറകിലുണ്ടെന്ന്. ആൻഡ് യെസ്, ലിയോയിൽ നഷ്ടപ്പെട്ട ആ ഒരു പേര് ലോകേഷിനെ തിരിച്ചെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ട് ഇട്ട് തന്നെയാണ് കൂലി എന്ന സിനിമ ഇറങ്ങുന്നത്. ഇതുവരെയുള്ള നമ്മളുടെ അറിവ് വെച്ച് ഈ ഒരു സിനിമ LCUവിൻ്റെ ഭാഗമല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ഹീസ് ക്രിയേറ്റിംഗ് എ ന്യൂ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് LCU ആയിട്ടൊരു കണക്ഷൻ വന്നേക്കാം. ലോകേഷിന്റെ റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നു പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഇപ്പോഴും LCU എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ലെന്നാണ്. കാരണം വിജയ് പൊളിറ്റിക്സിലോട്ട് പോയി. ബട്ട് ലിയോ എന്ന സിനിമ ഇതിന്റെ പാർട്ടാണെന്ന് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ ലിയോയിലെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഇനി നെക്സ്റ്റ് ഫിലിംസിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. മാസ്റ്ററിന് ശേഷം തുടങ്ങുമെന്ന് പറഞ്ഞ കൈദി 2 ഇതുവരെ തുടങ്ങിയിട്ടില്ല. കൂലിയെങ്കിലും കഴിഞ്ഞ് ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പുള്ളി പല ഇന്റർവ്യൂസിൽ പലതാണ് പറയുന്നത്. ചിലയിടത്ത് പറയും മാസ്റ്റർ 2 ചെയ്യണമെന്ന്, ചിലയിടത്ത് പറയും ലിയോ 2 ചെയ്യണമെന്ന്, ചിലയിടത്ത് പറയും റോളക്സ് 2, പിന്നെ ഇരുമ്പ് കൈ മായാവി അത് അമീർ ഖാന് പോയെന്ന് പറയുന്നു. മൊത്തത്തിൽ പുള്ളിയുടെ കിളി മാറിയിരിക്കുക. എങ്ങാനും കൂലിക്കും കൂടെ ഒരു മിക്സ്ഡ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ലോകേഷിന്റെ ഫിലമെന്റ് അടിച്ചു വന്നതിന് നല്ല സാധ്യതയുണ്ട്. അത് പുള്ളിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്രയും എഫേർട്ട് ഇട്ട് ഈ ഒരു സിനിമ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഐ ആം ഓൾസോ ഡാം വെയിറ്റിംഗ് ഫോർ കൂലി. ബിക്കോസ് ഓഫ്കോഴ്സ് രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത്. എനിക്ക് ഇവർ ഈ നാഗാർജുന, ഉപേന്ദ്ര, അമീർ ഖാൻ ഒന്നുമില്ല. എനിക്ക് ഇറ്റ്സ് എ രജനി പടം. ലോകേഷ് എങ്ങനെ രജനീകാന്തിനെ പ്രസന്റ് ചെയ്യുന്നു അത് മാത്രമാണ് എനിക്ക് കൂലിയിലുള്ള ഒരു USP. ലോകേഷിന് അറിയാം ഒരു സ്റ്റാറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന്. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർലോഡായിട്ട് ഒരുപാട് സ്റ്റാർസ് വരുമ്പോൾ ചിലവർക്കൊക്കെ വളരെ വീക്കായിട്ടുള്ള ക്യാരക്ടറായി പോകുന്നു. ഫോർ എക്സാമ്പിൾ ലിയോയിലെ അർജുൻ ദാസ്, സഞ്ജയ് ദത്തിനൊക്കെ വളരെ മോശം ക്യാരക്ടറാണ്. അതുപോലൊരു അവസ്ഥ നാഗാർജുനയ്ക്കോ ഉപേന്ദ്രയ്ക്കോ അല്ലെങ്കിൽ അമീർ ഖാനോ ഒന്നും ഉണ്ടാക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ഡാം വെയിറ്റിംഗ് ഫോർ കൂലി. അത് കഴിഞ്ഞ് കൈദി 2, പിന്നെ റോളക്സ്, വിക്രം 2. LCU എന്ന ഒരു യൂണിവേഴ്സിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്തുകൊണ്ട് വരാൻ ലോകേഷിന് പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വിഷ് അറ്റ്ലീസ്റ്റ് വിക്രം 2 ആണ് LCUവിൻ്റെ ഒരു എൻഡ് ഗെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സിനിമയിൽ വിജയുടെ ഒരു പാർത്ഥിപൻ ആ ഒരു റോൾ, ഒരു ക്യാമിയോ എങ്കിലും നമുക്ക് ജസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അതൊരു ഗംഭീര പരിപാടിയായേനെ.